ഗൈസ്, ഞാൻ ശ്രീരാജ്. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ ഒരു ഹെഡ്ഫോണിൻ്റെ റിവ്യൂ ആയിരുന്നു ഞാൻ തന്നത്. അത്യാവശ്യം കുറേ ആൾക്കാർക്കൊക്കെ അത് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ലോ ബഡ്ജറ്റിൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അത്. അപ്പം ഇന്ന് അതുപോലെ തന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റും അതുപോലെ മൾട്ടി യൂസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, അത്യാവശ്യം നമ്മുടെ വീടുകളിലെല്ലാം വേണ്ടുന്ന, നമുക്ക് മസ്റ്റായിട്ട് വാങ്ങിച്ചു വെക്കണം ഒരു സാധനം എന്ന് തന്നെ വേണേൽ പറയാം. കാരണം നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് നമുക്ക് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം കേസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്, കേസിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ടോർച്ച്, അതിൻ്റെ ഒരു ടാഗ്, പിന്നെ അതിൻ്റെ ചാർജർ എല്ലാം ബോക്സിനകത്ത് വരുന്നുണ്ട്. നമുക്കിങ്ങനൊരു ഇതിലാണ് വരുന്നത്. നമുക്ക് ടോർച്ചിനെ കുറിച്ച് എടുക്കുമ്പോഴത്തേക്ക് ടോർച്ചിന് അത്യാവശ്യം കാണാനുള്ള നല്ലൊരു ഫിനിഷിങ് ഇതിന് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ബ്ലാക്ക് ഫിനിഷാണ് ചെയ്തേക്കുന്നത്. മെറ്റൽ ബോഡിയാണ് വരുന്നത്. മെറ്റൽ ബോഡിയിൽ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ലുക്ക് തരുന്നൊരു പോക്കറ്റ് ടോർച്ച് തന്നെയാണ്. പിന്നെ വാട്ടർ പ്രൂഫാണിത്. അതാണ് ഏറ്റവും വലിയൊരു ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് അങ്ങനെ വെള്ളത്തിൽ വീണ് ഡാമേജ്, അല്ലെ മഴയത്തൊക്കെ ഉപയോഗിച്ച് ഡാമേജ് ആവുമെന്ന് നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന് നല്ല രീതിയിൽ ഡിസ്റ്റൻസിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഫോക്കസ് അഡ്ജസ്റ്റിൽ നല്ല രീതിയിൽ ഇന്ന ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ബ്രാൻഡഡ് ടോർച്ച് എടുക്കുകയാണ്. ഒരു 10,500 രൂപ വില വരുന്ന ഒരു ബ്രാൻഡഡ് ടോർച്ച് തന്നെ എടുക്കുകയാണ്. അതിൻ്റെ ഒരു ഫോക്കസിങ്ങിൻ്റെ ഒരു ഡിസ്റ്റൻസിനെക്കാട്ടിൽ കൂടുതൽ എനിക്കിത് കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഞാനൊരു ബ്രാൻഡഡ് ടോർച്ച് ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ഇത് ലോക്കൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു ബ്രാൻഡഡ് ടോർച്ചിൽ എനിക്ക് കിട്ടുന്ന ആ ഒരു ഫോക്കസിൻ്റെ ഡിസ്റ്റൻസിനെക്കാട്ടിൽ കൂടുതൽ എനിക്ക് ഒന്നുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഫോക്കസിങ് ഇതിനെനിക്ക് തരാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഫുള്ള് സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഫേസിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലെൻസാണ് വരുന്നത്. സാധാ ഗ്ലാസ് അല്ല, ലെൻസാണ് വരുന്നത്. LED ത്രൂ ലെൻസിലൂടെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫോക്കസിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോക്കസിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ടോപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു നിബുണ്ട്. ഇതിൽ നമുക്ക് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ആകുന്നതനുസരിച്ച് ഫോക്കസ് ദൂരെയോട്ടും അടുത്തും നമുക്ക് കിട്ടും. ബാക്കിലോട്ടാകുമ്പം അടുത്ത് നമുക്ക് കിട്ടും, ഫ്രണ്ടിലോട്ടാക്കുന്നതനുസരിച്ച് ദൂരെയോട്ട് നമുക്ക് ഫോക്കസ് കിട്ടുന്ന രീതിയിലാണ് ഇതുവരെ ബിൽഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു മിനി എമർജൻസിയും കൂടാണ്. ഇതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു LED പാനൽ പോലെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ചെറിയൊരു എമർജൻസിയാണ്, പക്ഷേ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എമർജൻസി തന്നെയാണ്. ഇതിൻ്റെ രൂപം പോലെ തന്നെ ഇതിന് ബാക്കപ്പും കുറവാണ്. അത് പിന്നെ പ്രത്യേകിച്ച് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറഞ്ഞേ പറ്റും. കാരണം ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന നമുക്കൊരു വെട്ടത്തിൻ്റെ ഒരു പവർ ഉണ്ടല്ലോ, അതിലും കൂടുതൽ നമുക്കിത് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കപ്പിൽ ഇത് കുറവുണ്ട് നല്ല രീതിയിൽ. നമ്മൾ കണ്ടിന്യൂസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 1 hour കൂടുതലൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ പഴയ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഹെഡ്ഫോണിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചാർജറിൻ്റെ കൂട്ട് തന്നെ ഇതും നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ ചാർജറാണ് വരുന്നത്. സാധാരണ ടോർച്ചിൻ്റെ പിന്നെ ടൈപ്പ് അത്രയല്ല വരുന്നത്, മൊബൈൽ ചാർജർ തന്നെയാണ് വരുന്നത്. V8 ചാർജറാണ് വരുന്നത്. പഴയ മൊബൈലിലൊക്കെ യൂസ് ചെയ്യുന്ന V8 ചാർജർ ഉണ്ടല്ലോ, നമുക്ക് ചെറിയ 2 നിബുള്ള ടൈപ്പ് ചാർജർ ഉണ്ടല്ലോ, ആ ടൈപ്പാണ് ഇതിനും വരുന്നത്. ഇതിൻ്റെ ബാക്കിലാണ് സ്വിച്ച് കാര്യങ്ങളെല്ലാം അവർ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്യാവശ്യം നമുക്ക് താഴെ വീണാലൊന്നും പോകത്തില്ല. മെറ്റൽ ബോഡി ആയതുകൊണ്ട് തന്നെ താഴെ വീണാലും അങ്ങനെ ഡാമേജ് ഒന്നും വരത്തില്ല. പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് ഫോക്കസിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും എനിക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല, ഇത് സംഭവം മനസ്സിലായില്ല. അത് മനസ്സിലാവുന്നവരുണ്ടോ എന്ന് കമൻറ്റ് ചെയ്തേര്. പിന്നെ നമുക്കിതിലെ എമർജൻസി ആയാലും ടോർച്ച് ആയാലും നമുക്കൊന്ന് കത്തിച്ചാണ്. എത്രത്തോളം നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സാറ്റിസ്ഫൈ തന്നെ ആയിരിക്കും. ഇത് നമുക്ക് അത്യാവശ്യം ഒരു ഫോക്കസിങ് നമുക്ക് കിട്ടുന്ന രീതിയിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടെ കാണാൻ എളുപ്പത്തിൽ ഞാൻ ഈ ഗ്ലാസ്സിലോട്ട് അടിക്കും. ഗ്ലാസ്സിൽ കണ്ട ഫോക്കസിങ്ങിൻ്റെ ഇങ്ങനൊരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഒന്നുകൂടെ ബട്ടനെ പ്രസ് ചെയ്യുമ്പം ബ്ലിങ്ക് ചെയ്യുന്ന ഒരു ഇത് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മിനി എമർജൻസി അവിടെ പ്രവർത്തിക്കും. അത്യാവശ്യം ഒരിടത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ എന്തെങ്കിലും വർക്ക് ചെയ്യാനോ ഒക്കെ ആയിട്ട് യൂസ്ഫുൾ ആവുന്ന ടൈപ്പാണ്. അപ്പോൾ ഇതിന് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് 150 രൂപയാണ് വില വന്നത്. അതിൽ കൂടുതലും കുറവും ഒക്കെ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഓരോ ഏരിയയിലും ഓരോ വിലയായിരിക്കുമല്ലോ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ കമൻറ്റ് ഇട്ടിരുന്നാൽ മതി. അതിനെ കോൺടാക്ട് ചെയ്യണമെന്ന നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുത്തേക്കാം.
പിന്നെ അത്യാവശ്യം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും ട്രാവലിനോ അല്ലെ ഒരു ട്രക്കിങ്ങിന് പോവോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി യൂസിനോ ഒക്കെ ആയിട്ട് ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ്. എനിക്കെന്തേലും നല്ല രീതിയിൽ ഇത് യൂസ് ആവുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഇത് യൂസ് ആവുമെന്ന് ഞാൻ നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്യാവശ്യം നിങ്ങളുടെ അടുത്ത് ഷോപ്പുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിച്ചൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം എങ്ങനെയായാലും 10,500 രൂപ കൊടുത്തിട്ടൊരു ബ്രാൻഡ് ടോർച്ച് വാങ്ങിക്കുന്നതിലും അതിൻ്റെ കൂടെ അത് വാങ്ങിച്ചോ, അത് കുഴപ്പമില്ല, അതിൻ്റെ കൂടെ ഒരു സൈഡായിട്ട് ഇതുകൂടി ഇരുന്നോട്ടെ, നിങ്ങൾക്ക് എങ്ങനെയായാലും യൂസ്ഫുൾ ആവും. സാധാരണ ഈ ഒരു പ്രൈസിൽ ഈ ഒരു സൈസിൽ അത് മെയിൻ ഇതാണ്. ഈ ഒരു സൈസിൽ ഈ ഒരു വെട്ടം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ടാണ്. എനിക്കിതിൽ ഭയങ്കര നല്ല ഇഷ്ടപ്പെട്ടു. ഞാനൊരു 1 മാസത്തിലേറെ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എനിക്ക് കുഴപ്പമില്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നിങ്ങൾക്കും ട്രസ്റ്റ് ചെയ്ത് തന്നെ വാങ്ങിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അങ്ങനെ ഡാമേജ് ഒന്നും വീണിട്ടില്ല. താഴെ വീണ് വല്ലതും ഡാമേജ് പോയി അങ്ങനെ വല്ലതും പറ്റിയെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതായിട്ടുള്ളൂ. പക്ഷെ എനിക്കും താഴെ വീണിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും മറ്റ് കേടുപാടുകളും കാര്യങ്ങളും ഒന്നും പറ്റിയിട്ടില്ല. നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമന്റ് ബോക്സിലോട്ടൊന്ന് ഇതിട്ടിരുന്നാൽ മാത്രം മതി, ഒരു കമന്റ് ഇട്ടിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.